വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി മേക്കിംഗ് വീഡിയോ ആണേ. നിങ്ങളിൽ പലർക്കും നല്ല പെർഫെക്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും. എന്നാലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ 1.5 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നും 1 നുള്ളു ഉലുവയും 1 കൈപ്പിടി വേവിച്ച ചോറും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കാറ്. അരച്ചിട്ട് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുക. ഇന്നൊരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളിൽ ചിലരൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ടാവും. ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ ക്ലോത്താണ്. ഇനി ആ ക്ലോത്ത് വെച്ചിട്ട് പാത്രം ഒന്ന് ഇതേപോലെ ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ടൈറ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ അടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഡ്ഡലിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് പരത്തിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. തട്ട ഇഡ്ഡലിയൊക്കെ പോലെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 തവി ഇഡ്ഡലി ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 8 മുതൽ 12 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയുടെ കൂടെ സെർവ് ചെയ്യുന്നത് ചമ്മന്തിപ്പൊടിയും പിന്നെ അതിലേക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള നല്ല നറുനെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലിനി കൂടുതൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഡെക്കറേഷന് വേണമെങ്കിൽ നമുക്ക് സാമ്പാറൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്